ഗുഡ് ഈവനിങ് എഞ്ചിനീയേഴ്സ്. പ്രൊഡക്റ്റ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആയ സോളിഡ് പറ്റി അല്ലെങ്കിൽ സർട്ടിഫൈഡ് സോളിഡ് വർക്ക്സ് പ്രൊഫഷണലിനെ പറ്റി പഠിപ്പിക്കുന്നതിൻ്റെ മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലിങ്കിങ് ഡയമെൻഷൻസ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ലിങ്കിങ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, ഒരു ഡയമെൻഷൻസിനെ ലിങ്ക് ചെയ്യുന്നത് വഴി ഒരു ഡയമെൻഷൻ മറ്റൊരു ഡയമെൻഷനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ലിങ്കിങ് ഡയമെൻഷൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കിവിടെ രണ്ട് ഡയമെൻഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, രണ്ടോ അതിലധികമോ ഡയമെൻഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ഒരു ഡയമെൻഷൻസിനെ നമ്മൾ മറ്റൊരു ഡയമെൻഷനുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അങ്ങനെ ലിങ്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ രണ്ടാമത്തെ ഡയമെൻഷൻ ചേഞ്ച് ആകുന്നതിനനുസരിച്ചിട്ട് ഈ ഒന്നാമത്തെ ഡയമെൻഷനും മാറ്റം വരും. അപ്പൊ ഈ രണ്ടാമത്തെ ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്താണ് നിലനിൽക്കുന്നത്. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈ ലിങ്കിങ് ഡയമെൻഷൻ വൺ ഡയമെൻഷൻ ക്യാൻ ബി ഡിപ്പെൻഡന്റ് ഓൺ അനദർ വൺ എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ അതിന്റെ മീനിങ്. നമുക്കിതൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഈ ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് വഴി നമുക്കതിൻ്റെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡയമെൻഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ സിഗ്മ സിമ്പിൾ കാണുന്നതാണ് ലിങ്ക്ഡ് ഡയമെൻഷൻ. അതായത് ഈ ഡയമെൻഷനുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡയമെൻഷൻ ചേഞ്ച് ആകുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ഡയമെൻഷനും ചേഞ്ച് ആകും. ഇതിനെയാണ് ലിങ്ക്ഡ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. നമുക്കിനി നമ്മളുടെ സോളിഡ് വർക്ക്സിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ സോളിഡ് വർക്ക്സ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു പാർട്ട് സെലക്ട് ചെയ്യുന്നു. പാർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം എന്നത്തെയും പോലെ തന്നെ നമ്മുടെ മെഷർമെന്റ് യൂണിറ്റ് നമ്മൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് കിടക്കുന്നതെന്ന് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം ഏതെങ്കിലും ഒരു പ്ലെയിൻ നമുക്ക് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഒരു ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു, നോർമൽ ടു ആക്കുന്നു, സ്കെച്ച് കൊടുക്കുന്നു. ജസ്റ്റ് ഒരു സ്ക്വയർ, സെന്റേർഡ് സ്ക്വയർ ഞാനിവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ സെന്റേർഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെയാണ് കൊടുക്കാൻ പോകുന്നത്, മറ്റൊരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സ്മാർട്ട് ഡയമെൻഷൻസ് യൂസ് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു 10 കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 10 ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡയമെൻഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. നമുക്കപ്പം ഇവിടെയും ഡയമെൻഷൻസ് കൊടുക്കാം. ഇവിടെ ഒരു 5 കൊടുക്കാം എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഡയമെൻഷൻസിനെ ലിങ്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 5 എന്നല്ല ഞാൻ ഇവിടെ കൊടുക്കാനായിട്ട് പോകുന്നത്. അതിന് പകരമായിട്ട് എനിക്ക് വേണ്ടത് ഈ ഒരു ഡയമെൻഷനുമായിട്ട് ഈ ഒരു ഡയമെൻഷൻസിനെ ലിങ്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ 5 എന്ന് പറയുന്നത് 10ന്റെ പകുതിയാണല്ലോ. അപ്പം എനിക്ക് ഇവിടെ വരേണ്ട ഡയമെൻഷനെ ഞാൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു ഈക്വൽ ടു ഇടുന്നു. ഈക്വൽ ടു ഇട്ടിട്ട് ജസ്റ്റ് ഈ ഒരു ഇതിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മളുടെ ഡയമെൻഷൻ ഇതുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു സമേഷന്റെ സിമ്പിൾ വന്നിരിക്കുന്നത് കണ്ടോ? ഈ ഒരു സിമ്പിളാണ് ഇതൊരു ലിങ്ക്ഡ് ഡയമെൻഷൻ ആണെന്ന് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതായത് ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരു ലിങ്ക്ഡ് ഡയമെൻഷൻസ് ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സിഗ്മയുടെ സിമ്പിൾ വന്നിരിക്കുന്നത്. ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. അപ്പം നമ്മൾ ഈ ഡയമെൻഷൻ അനുസരിച്ചിട്ട് ഈ ഡയമെൻഷനും ചേഞ്ച് ആകും. ശരിയല്ല?
ഇതുപോലെ തന്നെ നമുക്ക് ബോസ് എക്സ്ട്രൂഡ് ചെയ്യുന്ന ആ ഒരു ഇതിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫീച്ചേഴ്സിൽ വരുന്നു, ബോസ് എക്സ്ട്രൂഡ് സെലക്ട് ചെയ്യുന്നു. ബോസ് എക്സ്ട്രൂഡ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ ചോദിക്കും എത്ര സെന്റിമീറ്റർ ആണ് എക്സ്ട്രൂഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം നമുക്ക് 10 സെന്റിമീറ്റർ ആണ് എക്സ്ട്രൂഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 10 എന്ന് കൊടുക്കാം, ശരിയല്ലേ? 10 എന്ന് കൊടുക്കാം. പക്ഷേ നമ്മൾ ഈ ഒരു എക്സ്ട്രൂഡ് ചെയ്യുന്ന ഡയമെൻഷനെയും നമ്മൾ ലിങ്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈക്വൽ ടു ഇടുക. അതിനുശേഷം ഏത് ഡയമെൻഷൻ ആണോ ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് എക്സ്ട്രൂഡ് ബോസ് ചെയ്യുന്നതിന്റെ ഡയമെൻഷൻ 5 മതിയെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് 10 വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്നതാണ്. ഓക്കെ കൊടുക്കുന്നു. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2 സൈഡ് 10 ആയിട്ടുള്ളതും ഒരു സൈഡ് 5 ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്ക്വയർ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ആ 10 വേണ്ട, ആ 10ന് പകരം 20 ആണ് ഡയമെൻഷൻ നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കുക, 20 ആണ് കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ സ്കെച്ചിൽ വന്നിട്ട് എഡിറ്റ് സ്കെച്ച് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളിതാ ഇവിടെ വരുന്നു, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 20 കൊടുക്കുന്നു. 20 കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കാണാൻ സാധിക്കും ഇവിടെ ഓട്ടോമാറ്റിക്കലി 10 ആയിട്ടുണ്ട്. ഇത് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് 10 ആയിട്ടുള്ളത്. ഇവിടെ ഓക്കെ കൊടുക്കുന്നു, എക്സിറ്റ് സ്കെച്ച് കൊടുക്കുന്നു. എക്സിറ്റ് സ്കെച്ച് കൊടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡയമെൻഷൻസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ലിങ്ക്ഡ് ഡയമെൻഷൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വൺ ഡയമെൻഷൻ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ അനദർ വൺ. ഇവിടെ ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം. വൺ ഡയമെൻഷൻ, അതായത് ഈ ഡയമെൻഷൻ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദിസ് വൺ. ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഡയമെൻഷൻ ചേഞ്ച് ആകും. അതുപോലെ തന്നെ ഈ ബോസ് എക്സ്ട്രൂഡിന്റെ ഡയമെൻഷനും ചേഞ്ച് ആകും. ഇതാണ് ലിങ്കിങ് ഡയമെൻഷൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.